വിജനമായ ഒരു കോറിഡോർ. അവിടെ മുഴങ്ങിക്കേട്ട ആ ബൂട്ടിട്ട കാലടി ശബ്ദം അവിടെ നിഴലിച്ചിരുന്ന നിശബ്ദതയുടെ കനം വിളിച്ചോതി. കനപ്പെട്ട ആ കാലടികൾക്കെന്നാൽ വേഗത അല്പം കൂടുതലായിരുന്നു. ആ നീണ്ടു നിവർന്ന കോറിഡോറിൽ നിന്നും ആ കാലുകൾ പതിയെ ഒരു റൈറ്റ് ടേൺ എടുത്ത് അവിടെയുണ്ടായിരുന്ന ആ കോൺഫറൻസ് ഹാളിലേക്ക് കയറി. ഇരുട്ട് തളം കെട്ടിക്കിടന്ന ആ ഹാളിലുണ്ടായിരുന്ന സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം അവിടെ ആ വട്ടമേശയ്ക്ക് ചുറ്റും കൂടിയിരുന്നവർക്ക് മേൽ പതിയുന്നുണ്ടായിരുന്നു. പല റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിരന്നിരിക്കുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ക്രീനിൽ തെളിയുന്ന മുഖങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അത് വിശദമാക്കുകയാണ്. ഒടുവിൽ ആ മുറിയിൽ ലൈറ്റ് വീണു. മേശയ്ക്ക് നടുവിലായുള്ള പേപ്പറുകളിൽ 700ഓളം സസ്പെക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണുള്ളതെന്ന ഫാക്ട് അയാൾ പറഞ്ഞത് ആ കൂട്ടത്തെ മുഴുവൻ പിന്നെയും നടുക്കടലിൽ തള്ളിയതുപോലെയാക്കി. ആകെ മൊത്തം ഒരു പുകമറ. ഇനി എന്ത്? ആരിലേക്ക്? അവർ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ സൗണ്ട് ആ കോൺഫറൻസ് ഹാളിൽ മുഴങ്ങിക്കേട്ടത്. DYSP KM ദേവസ്യയുടെ ഫോണിലേക്ക് എത്തിയ ഒരു മെസ്സേജ്. തൊട്ടടുത്ത നിമിഷം അയാൾ തന്റെ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, "Don't worry boys, we got him." 2018 ജൂലൈ 6 വെള്ളിയാഴ്ച കുറ്റ്യാടി ചുരത്തോട് ചേർന്ന് നിൽക്കുന്ന വയനാട്ടിലെ വെള്ളമുണ്ട 12-ാം മൈൽ ഗ്രാമം. തലേന്ന് രാത്രി പെയ്ത മഴ ആ നാടിനെ മുഴുവൻ നനച്ചു കടന്നുപോയിട്ടുണ്ട്. സമയം ഒരു 8 മണിയായി കാണും. രാവിലെ തന്നെ ആയിഷുമ്മ ചെളിയിൽ ചവിട്ടാതെ വളരെ സൂക്ഷിച്ചാണ് ആ നടവഴിയിലൂടെ നടക്കുന്നത്. മൂത്ത മകൻ മുനീർ ഗൾഫിലായതിനാൽ മകന്റെ ഭാര്യയ്ക്ക് കൂട്ടുകിടക്കാൻ എത്തിയതായിരുന്നു ആയിഷ. പുതുപ്പെണ്ണിനെയും ചെക്കനെയും ഇന്നേരമായിട്ടും പുറത്തേക്ക് കാണാനില്ലല്ലോ, ഇവരിത് എവിടെ പോയി എന്ന പരിഭവം പറഞ്ഞുകൊണ്ടാണ് അവർ തൻ്റെ ഇളയ മകന്റെ വീട്ടിലേക്കുള്ള നടത്തത്തിന്റെ വേഗത കൂട്ടിയത്. ഇളയ മകൻ ഉമ്മർ അതികാലത്തെ എഴുന്നേറ്റ് കമുകിനും മറ്റും മരുന്നടിക്കാൻ പോകുന്നത് പതിവായിരുന്നു. ഒപ്പം ഫാത്തിമയും എഴുന്നേൽക്കുന്നതാണ്. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ആകെ 3 മാസം ആകുന്നതേയുള്ളൂ. അതിനിടയിൽ ഇങ്ങനൊരു ഉറക്കം പതിവില്ല എന്ന് തന്നെ പറയാം. ആയിഷുമ്മ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചും സ്വയം മിണ്ടിയും പറഞ്ഞും വരുന്നതിനിടയിലാണ് ആ ഒരു കാഴ്ച കാണുന്നത്. മുൻവാതിൽ തുറന്നിട്ടില്ല. ആയിഷുമ്മ നേരെ വീടിന് ചുറ്റിലും ഒന്ന് നടന്ന് നേരെ പുറകുവശത്തേക്ക് ചെന്നു. നോക്കുമ്പോൾ പുറകുവശത്തെ വാതിൽ തുറന്നു കിടപ്പുണ്ട് താനും. ആളനക്കമില്ല. ഇവരെങ്ങാനും വെളുപ്പാങ്കാലെ ആരോടും പറയാതെ എങ്ങോടെങ്കിലും പോയതാകുമോ? അങ്ങനെ വരാനും വഴിയില്ല. പെട്ടെന്നാണ് ആയിഷുമ്മയുടെ കണ്ണിൽ അത് പെട്ടത്. ചുവന്ന മൊസൈക്ക് തറയിൽ പതിഞ്ഞിരിക്കുന്ന ചെളിയിൽ കുതിർന്ന കാലടിപ്പാടുകൾ. ഓരോന്നോരോന്നായി എണ്ണി അവർ അതിൻ്റെ പിറകെ ചെന്നു. അതിനിടയിലും അവരുടെ കണ്ണുകൾ അടുക്കളയിലേക്കും ഹാളിലേക്കും തൊട്ടടുത്ത സ്റ്റോർ റൂമിലേക്കും എല്ലാം ഉമ്മറിനെയും ഫാത്തിമയെയും അന്വേഷിച്ച് പാളി നോക്കുന്നുമുണ്ട്. എന്നാൽ അവിടെയൊന്നും അവരെ കണ്ടെത്താനായതേയില്ല. അതിനിടയിൽ അങ്ങിങ്ങായി തൂവിക്കിടക്കുന്ന മുളകുപൊടി ആയിഷുമ്മയിൽ വല്ലാത്തൊരു തരം ആശങ്കയാണ് ഉണർത്തിയത്. അപ്പോഴേക്കും ആ കാലടികളുടെ പുറകെ നീങ്ങി അവർ ആ മുറിയുടെ വാതിൽക്കൽ ചെന്നെത്തിയിരുന്നു. ഉമ്മറിൻ്റെയും ഫാത്തിമയുടെയും കിടപ്പുമുറിയുടെ വാതിൽക്കൽ. ആ പാതി ചാരിയ വാതിലൊന്ന് തള്ളി തുറന്നത് മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ആ കാഴ്ച കണ്ടവർ വിറങ്ങലിച്ചു നിന്നുപോയി. കുറച്ചു നേരത്തേക്ക് അവരുടെ ശബ്ദം തൊണ്ടക്കുഴിക്കപ്പുറത്തേക്ക് നീങ്ങുന്നുണ്ടായിരുന്നില്ല. കാരണം ആ കാഴ്ച അതത്ര കണ്ട് ഭീകരമായിരുന്നു. ഒരിക്കൽ കൂടി ആർക്കുമൊന്ന് പാളിപ്പോലും നോക്കാനാവാത്തത്ര ഭീകരം. തറയിൽ തളം കെട്ടിക്കിടക്കുന്ന ചോരത്തളത്തിന് മുകളിൽ അതിലും ഭയാനകമായ കാഴ്ച. കട്ടിലിൽ തലയോടുകൾ തകർന്ന് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഉമ്മർ. തൊട്ടിപ്പുറത്ത് ചോരയിൽ കുളിച്ച് കുറുകെ കിടക്കുന്ന ഭാര്യ ഫാത്തിമ. കിടക്കയിലും ചോര ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്നു. ചുവരുകളിൽ ചോര തെറിച്ചതിൻ്റെ പാടുകൾ വേറെ. അടുത്ത നിമിഷം അവർ സർവം മറന്ന് ആർത്തലച്ചു വിളിച്ചു. അന്ന് ആ നിലവിളി കേട്ടാണ് ആ നാടുണർന്നത്. ഉടനെ തന്നെ അയൽവാസികളും ബന്ധുക്കളും ഓടിയെത്തി. അവർക്ക് മുന്നിൽ ഒന്നും മിണ്ടാനാകാതെ ആ ഉമ്മ ആർത്തലച്ച് നിലവിളിച്ച് ആ മുറിയിലേക്ക് കൈയൊന്ന് ചൂണ്ടുക മാത്രം ചെയ്തു. അവരും ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ചു. ദുരൂഹതകളുടെ പരമ്പര തന്നെ തുറന്നുവിട്ട ഇരട്ട കൊലപാതകത്തിന്റെ നാൾ വഴി അവിടെ തുടങ്ങുകയായി.
ഇരട്ടക്കൊലപാതകത്തിന്റെ നടുക്കുന്ന വാർത്ത നാടെങ്ങും പടർന്നു. അപ്പോഴും ഇത് ചെയ്തതാര്, എന്തിന്? ആ ഉത്തരം അവർ പരസ്പരം തേടി. വെള്ളമുണ്ട കുറ്റ്യാടി റോഡരികിലെ ഓടിട്ട പഴയ വീട്ടിലാണ് ഈ ദാരുണ സംഭവം അരങ്ങേറുന്നത്. എല്ലാ സമയത്തും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സംസ്ഥാന പാതയിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാറിയുള്ള ഒരു വീട്. ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന ആ നാടിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും ഇതുപോലൊരു സംഭവം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. പിന്നെ ഇതെന്ത് സംഭവിച്ചതാണ് എന്ന അങ്കലാപ്പിലായി നാട്ടുകാർ. അതുമാത്രവുമല്ല, സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു ഉമ്മർ. എപ്പോഴും എല്ലാവരോടും ചിരിക്കുന്ന ഒരു പാവത്താൻ. ഫാത്തിമയെക്കുറിച്ചും അയൽക്കാർക്ക് മറിച്ചൊന്നും പറയാനില്ല. തങ്ങളുടെ കൃഷിയും മറ്റു കാര്യങ്ങളും നോക്കി മതപരമായ നിഷ്ഠയിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു അവരുടേത്. അതുമാത്രമോ, ശരിക്കുള്ള ജീവിതം തുടങ്ങിയിട്ടില്ലാത്ത, വളരെ ലളിത ചുറ്റുപാടിൽ മുന്നോട്ടു പോകുന്ന, വലിയ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ലാത്ത, ആരോടും പ്രത്യേകിച്ചൊരു ശത്രുതയുമില്ലാത്ത 2 പേർ. അവരോട് ആരാണ് ഈ ക്രൂരത കാണിച്ചതെന്നറിയാതെയുള്ള നടുക്കത്തിലായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും. അധികം വൈകിയില്ല. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ വെള്ളമുണ്ട പോലീസ് സ്ഥലത്തെത്തി. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് പരിശോധനാ സംഘവും വീടും പറമ്പും അരിച്ചു പെറുക്കി. പ്രതി മുളകുപൊടി വിതറിയിരുന്നതുകൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡിന് പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. മൃതദേഹങ്ങൾക്ക് അരികിലേക്ക് ചെന്നാൽ അവിടെ ചോരയിൽ മുങ്ങിക്കിടക്കുന്ന ആ 2 ശരീരങ്ങളിൽ ഒന്നിൽ നിന്നും പ്രത്യക്ഷത്തിൽ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ പോലീസിനായി. അതെ, ഫാത്തിമയുടെ ശരീരത്തിൽ നിന്നും 8 പവനോളം സ്വർണം നഷ്ടമായിരിക്കുന്നു എന്ന സത്യം. അതിനു പുറമെ ഒരു സാധനം കൂടി ആ വീട്ടിൽ നിന്നും നഷ്ടമായിട്ടുണ്ട്: ഒരു മൊബൈൽ ഫോൺ. ഒറ്റ നോട്ടത്തിൽ മോഷണത്തിനായി നടത്തിയ കുറ്റകൃത്യം എന്ന് പറയുമ്പോഴും അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണം മാത്രമാണ് ഇവിടെ നഷ്ടമായിട്ടുള്ളത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്നതൊന്നും തന്നെ കളവ് പോയിരുന്നില്ല. മോഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമാണെങ്കിൽ അതും ഒരുപക്ഷെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടി? ആ ചോദ്യത്തിന് മുന്നിൽ കേരള പോലീസ് അത്യാവശ്യം കുഴങ്ങി. മറ്റൊരു ശാസ്ത്രീയ തെളിവും അവർക്കവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന പോലെ ഒരവസ്ഥ. എന്നാൽ ഒരൊറ്റ തെളിവ്, അത് മാത്രം അവർക്കവിടെ നിന്നും കിട്ടി. ചെളിയിൽ പൊതിഞ്ഞ ഫുട് പ്രിന്റ്. പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി ആ സംഘം അവിടെ നിന്നും പോയതിന് പിന്നാലെ മാനന്തവാടി ഡിവൈഎസ്പി KM ദേവസ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അന്വേഷണം ഏറ്റെടുത്തു. ആ വാർത്ത ആ കുടുംബത്തിനും നാട്ടുകാർക്കും നൽകിയ ആശ്വാസം തെല്ലൊന്നുമായിരുന്നില്ല. കാരണം മികച്ച കുറ്റാന്വേഷണ റെക്കോർഡുള്ള, നിരവധി ഗുഡ് സർവീസ് എൻട്രികളും പോലീസ് മെഡലുകളും നേടിയ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് KM ദേവസ്യ. എന്നാൽ സംഭവ സ്ഥലത്തു നിന്നും ഒരു തുമ്പും കിട്ടാത്തതിനാൽ തന്നെ എവിടെ തുടങ്ങണമെന്ന് അദ്ദേഹത്തിനും യാതൊരു പിടിയുമില്ലായിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടു. 3-ാം ദിനം തന്നെ നാട്ടുകാർ ശബ്ദമുയർത്തി തുടങ്ങി. കൃത്യമായ ഒരു ഉത്തരം തരാൻ അന്വേഷണ സംഘത്തിനാവുന്നില്ല എന്ന തരത്തിലായി സംസാരങ്ങൾ. എതിർസ്വരങ്ങൾ പല കോണിൽ നിന്നും കനത്തു. മോഷണ ശ്രമം തന്നെയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് തുടക്കം മുതൽ എന്നാൽ പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ള വാദം. എന്നാൽ അതേസമയം നാട്ടുകാർ ഇത് വിശ്വസിക്കാൻ ഒരുക്കമായിരുന്നില്ല. അന്നന്ന് ജീവിക്കാനുള്ള വരുമാനം കൃഷിയിലൂടെയും മറ്റും കണ്ടെത്തുന്ന ഉമ്മറിന്റെ വീട് ലക്ഷ്യമാക്കി മോഷ്ടാക്കൾ എത്തിയെന്നുള്ളതും അതിനായി 2 പേരെ കൊന്നുവെന്നതും പോലീസിൽ തന്നെ പലർക്കും അവിശ്വസനീയമായിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. ഒപ്പം മുഴുവൻ സ്വർണവും മോഷണം പോകാത്തതും ഇത്തരം വാദങ്ങൾക്ക് ആക്കം കൂട്ടി. അപ്പോഴേക്കും ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പല കഥകളും പ്രചരിച്ചു തുടങ്ങിയിരുന്നു. ഇസ്ലാം മതത്തിലെ തബ്ലീഗ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഉമ്മറും കുടുംബവും. ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുൾപ്പെടെ മതപഠന ക്ലാസുകൾ നടത്തുകയും പ്രദേശത്തെ മുസ്ലിം വീടുകളിൽ പ്രബോധനം നടത്തുകയും ഒക്കെ ചെയ്തു പോന്നിരുന്നു. ഇതേ തുടർന്ന് കുറച്ചു നാളുകൾക്ക് മുൻപ് നാട്ടിലെ തന്നെ ചിലരുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും അവർ ഉമ്മറിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്ന കാര്യം പതിയെ നാട്ടുകാർക്കിടയിൽ ചർച്ചാ വിഷയമായി ഉയർന്നു വന്നു. നാട്ടുകാർ മറന്നു തുടങ്ങിയ ഈ വിഷയം വീണ്ടും ചർച്ചയായതോടെ കൊലപാതകത്തിന് കാരണം ഒരു പക്ഷേ ഇത് തന്നെയാണെന്ന് ചിലർ ഉറച്ചു വിശ്വസിച്ചു. സ്വാഭാവികമായും ചർച്ചകൾ പതിയെ തീവ്രവാദ സംഘടനകളിലേക്ക് വരെ എത്തി. ഈ ചർച്ചകളും മറ്റും സജീവമായി നിൽക്കെ തന്നെ മറ്റാർക്കോയുള്ള ക്വട്ടേഷൻ അത് ആളുമാറി വന്നതാണെന്നും ചിലർ വാദിക്കുകയുണ്ടായി. ഇതെല്ലാം പ്രദേശവാസികൾക്കിടയിൽ ഉണ്ടാക്കിയ ഭീതി അത് ചെറുതായിരുന്നില്ല.
രാത്രികാലങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങാൻ ഭയന്നു. അത്തരത്തിൽ വെള്ളമുണ്ടയുടെ സാമൂഹിക സാഹചര്യം തന്നെ അടിമുടി മാറി എന്ന് പറയാം. പോലീസ് ഈ സാധ്യതകളെല്ലാം തന്നെ വിശദമായി അന്വേഷിച്ചു. നിരവധി പേരെ അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിലേക്കൊന്നും വിരൽ ചൂണ്ടുന്ന യാതൊരു തെളിവുകളും അവർക്ക് ലഭിച്ചില്ല. ഒടുവിൽ സാഹചര്യ തെളിവുകൾ മാത്രം പരിഗണിച്ച് മോഷണത്തിനിടെയുള്ള കൊലപാതകം ആ സാധ്യതയുമായി മുന്നോട്ട് പോകാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. സ്വാഭാവികമായും പോലീസിന്റെ ആദ്യ സംശയം മറുനാടൻ തൊഴിലാളികളിലേക്കായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഏതാണ്ട് 230ഓളം വരുന്ന മറുനാടൻ തൊഴിലാളികളെയാണ് ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും വിരലടയാളം ശേഖരിക്കുകയും ചെയ്തത്. എന്നാൽ ഇതിൽ നിന്നും ഒരു തുമ്പും ലഭിച്ചില്ല. കേസ് വീണ്ടും വഴിമുട്ടി. ഈ രീതി തുടർന്നാൽ പ്രതിയിലേക്ക് എത്താനാകില്ലെന്ന വ്യക്തമായ ഡിവൈഎസ്പി KM ദേവസ്യ അന്വേഷണത്തിന്റെ സ്വഭാവം അതൊന്ന് തെല്ല് മാറ്റാൻ തീരുമാനിച്ചു. തന്റെ അന്വേഷണ സംഘത്തെ അദ്ദേഹം 6 ടീമുകളാക്കി തിരിച്ചു. ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശങ്ങൾ ഓരോന്നും വലിയൊരു ടാസ്ക് ആയിരുന്നു ഓരോ ടീമിനും നൽകിയത്. മലബാർ ഏരിയയിലെ ക്രിമിനൽസിന്റെ ലിസ്റ്റ് തയ്യാറാക്കണം. ജില്ല തിരിച്ച് രാത്രിയിൽ വീടുകളിൽ എത്തിനോട്ടം, മോഷണം, മോഷണത്തിനിടെയുള്ള കൊലപാതകം. ഈ ഹിസ്റ്ററികൾ ഉള്ളവരായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. എത്രയും വേഗം ആ ഡീറ്റെയിൽസ് ഫയലുകളായി എന്റെ മേശപ്പുറത്തെത്തണം. അന്വേഷണ സംഘം രാപ്പകലില്ലാതെ അധ്വാനിച്ചു. ഒടുവിൽ വളരെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടു. എന്നാൽ തനിക്ക് മുൻപിൽ സമർപ്പിക്കപ്പെട്ട ഫൈനൽ ലിസ്റ്റ് കണ്ടതോടെ ഡിവൈഎസ്പി ഒന്ന് വിയർത്തു. കാരണം 100-200 പേരെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് ആ ഫയലുകളിൽ ഉണ്ടായിരുന്നത് 3000-ലേറെ ആളുകളുടെ പേര് വിവരങ്ങളായിരുന്നു. ചുരുളിയിലകപ്പെട്ട പോലെ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അദ്ദേഹം ചിന്തയിലാണ്ടു. തൊട്ടടുത്ത നിമിഷം തന്നെ ഇതിലിപ്പോൾ ആക്റ്റീവായിട്ടുള്ള ക്രിമിനലുകളെ മാത്രം ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതോടെ 3000 എന്നത് 700 പേരിലേക്ക് ചുരുങ്ങി. അപ്പോഴും ഒരു കടമ്പ ബാക്കി നിൽക്കുകയാണ്. അവസാനമെത്തിയ 700 പേരിൽ നിന്നും തങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരാളെ കണ്ടെത്തണം. യഥാർത്ഥ പ്രതി ഈ ലിസ്റ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും അന്വേഷണ സംഘം ലിസ്റ്റിലെ ഓരോ പേരും സൂക്ഷ്മമായി തന്നെ വിലയിരുത്തി. അവരുടെ പ്രദേശങ്ങളിൽ പോയി അന്വേഷിച്ചു. ഇവരുടെ സമീപകാലത്തെ സാമ്പത്തിക ഇടപാടുകൾ, ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വെള്ളമുണ്ടയുമായി ബന്ധമുണ്ടോ എന്നീ കാര്യങ്ങൾ പരിശോധിച്ചു. അതിൽ സംശയമുള്ളവരിൽ ചിലരെ കസ്റ്റഡിയിലെടുത്ത് ഫുട് പ്രിന്റ് ഒത്തുനോക്കി. എല്ലാത്തിലും നിരാശയായിരുന്നു ഫലം. അതേസമയം തന്നെ കൊലകൾ നടന്ന ദിവസവും അതിനടുത്ത ദിവസങ്ങളിലുമായി അതുവഴി സഞ്ചരിച്ച വാഹനങ്ങൾ, അവിടുത്തെ ടവറിന് കീഴിൽ നിന്നും പോയിട്ടുള്ള 2 ലക്ഷത്തോളം ഫോൺ കോളുകൾ, ഇതെല്ലാം തന്നെ അന്വേഷണ വിധേയമാകുന്നുണ്ടായിരുന്നു. അതുകൂടാതെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിന്റെ IEMI നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും നടന്നു. അങ്ങനെ 1.5 മാസം കടന്നുപോയി. ഇതിനിടയിൽ കേരളം ഒന്നടങ്കം കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിയ 2018-ലെ മഹാപ്രളയവും സംഭവിച്ചു. പ്രളയം ഏറ്റവും അധികം ദുരന്തങ്ങൾ വിതച്ച ജില്ലകളിൽ ഒന്നായിരുന്നു വയനാട്. പേമാരിയും പ്രളയക്കെടുതികളും കാരണം അന്വേഷണ സംഘവും പ്രതിസന്ധിയിലായി. ഇരട്ടക്കൊലപാതക കേസിൽ ഇത്ര സമയം പിന്നിട്ടിട്ടും പോലീസ് ഒരു തുമ്പുമില്ലാതെ നിൽക്കുന്നത് വലിയ തോതിൽ തന്നെ വിമർശിക്കപ്പെട്ടു. ജനങ്ങൾ അക്ഷമരായി. പ്രതിഷേധ പരിപാടികൾ നടന്നു. നാട്ടുകാർ പല കോണിൽ നിന്നും പല ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും കേസ് ക്രൈംബ്രാഞ്ചിനോ മറ്റ് ഏജൻസികൾക്കോ വിടരുതെന്നും ഡിവൈഎസ്പി KM ദേവസ്യയുടെ സംഘം തന്നെ അന്വേഷിക്കണമെന്നും ഉമ്മറിന്റെ വീട്ടുകാരും മറ്റും ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇനിയും വൈകിക്കൂടാ എന്ന ഓർഡറുകൾ അന്വേഷണ സംഘത്തെ തേടിയെത്തി. അങ്ങനെ SP-യുടെ ഇടപെടലിൽ പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ തീരുമാനമായി. അപ്പോഴും ആ ലിസ്റ്റിലെ ഓരോ പേരുകളിലൂടെയും സൂക്ഷ്മമായി കടന്നു പോവുകയായിരുന്നു പോലീസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ KM ദേവസ്യയെ തേടി ആ മെസ്സേജ് എത്തുന്നത്. വെള്ളമുണ്ട കേസിൽ തുമ്പുണ്ടാക്കിയ ആ മെസ്സേജ്. പോലീസ് ജീപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി തൊട്ടിൽപ്പാലത്തേക്ക് കുതിച്ചു. തൊട്ടിൽപ്പാലം വെള്ളമുണ്ടയിൽ നിന്നും 28 കിലോമീറ്റർ അകലെയുള്ള സ്ഥലം. ഡിവൈഎസ്പി ദേവസ്യയ്ക്കൊപ്പം പോലീസുകാർ നിരനിരയായി പായുന്നുണ്ടെങ്കിലും പലർക്കും ഇപ്പോഴും ആരെ തേടിയാണ് ആ പോക്കെന്നറിയില്ല. വി ഗോട്ട് ഹിം എന്ന അദ്ദേഹത്തിന്റെ വാക്ക് മാത്രം മതിയായിരുന്നു മറുത്തൊന്നും ചോദിക്കാതെയുള്ള ആ യാത്രയ്ക്ക്. അങ്ങനെ ആ ഓടിട്ട വീടിന് മുന്നിൽ അവരെത്തി. ജീപ്പിൽ നിന്നും ചാടിയിറങ്ങിയ പോലീസുകാർ ആ വീടിന് ചുറ്റും വളർന്നു. അവരിലൊരാൾ ആ വാതിലിൽ മുട്ടിയതും
തൊട്ടു മുൻപിലായി അതാ നിൽക്കുന്നു ഒരു 45-കാരനായ ഒരു മനുഷ്യൻ. തൊട്ടു പിന്നിലായി ഒരു സ്ത്രീ. അവരുടെ കയ്യിലാണെങ്കിലോ പോലീസുകാരുടെ പണി എളുപ്പമാക്കി തീർത്ത ആ വസ്തു. ക്രൈം നടന്ന വീട്ടിൽ നിന്നും നഷ്ടമായ ആ മൊബൈൽ. കൊലപാതകത്തിന് ശേഷം സ്വിച്ച് ഓഫായി കിടന്ന മൊബൈൽ ഫോൺ ആ സ്ത്രീ ഓണാക്കിയതാണ് പ്രതിയിലേക്കുള്ള വഴിയായത്. ഡിവൈഎസ്പി ദേവസ്യയുടെ ചുണ്ടിലപ്പോൾ മിന്നിമാഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. 3000 പേരിൽ നിന്നും 700ലേക്ക് ചുരുങ്ങിയ ലിസ്റ്റിലുണ്ടായിരുന്ന ആ 264-കാരൻ അയാളതാ മുന്നിൽ നിൽക്കുകയാണ്. അതെ, അവിടെ ദിവസങ്ങൾ നീണ്ട ആ അനിശ്ചിതത്വത്തിന് ഉത്തരമായിരിക്കുകയാണ്. ആ ഇരട്ട കൊലപാതകങ്ങൾക്ക് പിന്നിലെ പേര് വെളിവായിരിക്കുകയാണ്. വിശ്വനാഥൻ. തൊട്ടിൽപ്പാലം വിശ്വനാഥൻ. വിശ്വനാഥൻ അഥവാ വിശ്വൻ നിരവധി മോഷണ കേസുകളിലെ പ്രതി, സ്ഥിരം ക്രിമിനൽ, തൊഴിൽ ലോട്ടറി വിൽപ്പന. രാത്രികളിൽ വീടുകളിൽ എത്തിനോട്ടവും മോഷണവുമാണ് സ്ഥിരം പരിപാടി. പലതവണ അറസ്റ്റിലായ വിശ്വന്റെ പേരിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുണ്ട്. ഈ ഹിസ്റ്ററികൾ ഉള്ളതുകൊണ്ട് തന്നെ ആരും തന്നെ വിശ്വനെ ജോലിക്ക് വിളിക്കുമായിരുന്നില്ല. അങ്ങനെയാണ് ലോട്ടറി വിൽപ്പനയിലേക്ക് അയാൾ കടക്കുന്നത്. അതും കാറുമായി കുറേ ദൂരം സഞ്ചരിച്ചു ചെന്നുകൊണ്ടായിരുന്നു ഈ വിൽപ്പന അത്രയും. ഇത്തരം കുറ്റകൃത്യങ്ങൾ തുടരാനും മോഷണത്തിന് പറ്റിയ ഇടങ്ങൾ കണ്ടെത്താനും അത് നടത്തിയെടുക്കാനും കാറിലുള്ള ഈ ലോട്ടറി വിൽപ്പന അയാൾ ഒരു മാർഗമായി കണ്ടിരുന്നു. ലോട്ടറി വിൽപ്പനയുമായി മാനന്തവാടിയിലും വെള്ളമുണ്ടയിലുമെല്ലാം വിശ്വൻ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കഴുത്തു നിറയെ ആഭരണങ്ങളുമായ ഒരു പുതുമണവാട്ടി റോഡ് സൈഡിൽ തന്നെയുള്ള ആ വീട്ടിലേക്ക് ആ കരിങ്കല്ല് കൊണ്ടുള്ള പടിക്കെട്ടുകൾ കയറി പോകുന്ന കാഴ്ച മാസങ്ങൾക്ക് മുൻപ് അയാൾ കാണുന്നു. കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിലെ ഒരു പാളി നോക്കലായിരുന്നെങ്കിൽ പോലും ആ കണ്ണുകൾ തിളങ്ങുന്ന പൊന്നിൽ തന്നെയാണ് ഉടക്കി നിന്നത്. അന്നേ മനസ്സിൽ കുറിച്ചതാകണം, തക്കം കിട്ടിയാൽ അത് സ്വന്തമാക്കണമെന്ന മോഹം. അടുത്തടുത്ത ദിവസങ്ങളിലെ യാത്രകളിൽ മറ്റൊരു കാര്യം കൂടി വിശ്വൻ ഉറപ്പായി. ആ വീട്ടിൽ അവർ 2 പേർ മാത്രമേ താമസമുള്ളൂ എന്ന വസ്തുത. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായതായി വിശ്വന് തോന്നി. അങ്ങനെ ഒടുവിൽ അയാൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. ജൂലൈ 5 രാത്രി 11 മണിയോടടുത്ത സമയം. വിശ്വനാഥൻ 12-ാം മൈലിൽ ബസ് ഇറങ്ങി നടന്നു. മഴ കനത്തു പെയ്യുകയാണ്. അതയാൾക്ക് കൂടുതൽ സഹായകമായി. എല്ലാവരും നേരത്തെ തന്നെ ഉറങ്ങി തുടങ്ങിയിരുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ആ വീട്ടിലെ ലൈറ്റ് മാത്രം അണഞ്ഞിട്ടില്ല. നിരാശനായി പോകേണ്ടി വരുമോ എന്ന് ഓർത്തെങ്കിലും അയാൾ വീട് വരെ ഒന്ന് എത്തി നോക്കി വരാമെന്നുറച്ചു. അവിടെ ചെന്നപ്പോഴാകട്ടെ ആ വീടിൻ്റെ പിൻവാതിൽ അടച്ചിട്ടുമുണ്ടായിരുന്നില്ല. അത് തനിക്കായി തുറന്നിട്ടതുപോലെ അയാൾക്ക് തോന്നി. പിന്നെ നേരെ കിടപ്പുമുറിയിലേക്ക്. അവിടെ പാതിമയക്കത്തിലേക്ക് അവർ വീണ് തുടങ്ങുന്നതേയുണ്ടായിരുന്നു. ഉമ്മറും ഫാത്തിമയും. ആദ്യമേ തന്നെ ഫാത്തിമയുടെ കഴുത്തിലെ പൊന്നിലാണ് ആ കണ്ണുകൾ ഉടക്കി നിന്നത്. പെട്ടെന്ന് അയാൾ ആ മാല മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇരുവരും കണ്ണുകൾ തുറന്നു. തൊട്ടടുത്ത നിമിഷം വിശ്വൻ അയാളുടെ കൈകൊണ്ട് ഫാത്തിമയുടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. അതിനൊപ്പം തൻ്റെ കയ്യിൽ കരുതിയ ഇരുമ്പ് വടി കൊണ്ട് ഉമ്മറിൻ്റെ തലയടിച്ചു തകർത്തു. എല്ലാം ഞൊടിയിട കൊണ്ട്. ഉമ്മറിൻ്റെ ജീവൻ പോയി എന്നുറപ്പായപ്പോൾ ഒട്ടും വൈകിയില്ല. അതേ ഇരുമ്പ് വടി ഫാത്തിമയുടെ തലയിലും ആഞ്ഞാഞ്ഞു പതിച്ചു. പിന്നെ എല്ലാം അയാൾക്ക് എളുപ്പമായിരുന്നു. കയ്യിൽ കിട്ടിയ ഫാത്തിമയുടെ ദേഹത്തുള്ള ആഭരണങ്ങളെല്ലാം തന്നെ അയാൾ വലിച്ചു വാരിയെടുത്തു. വെപ്രാളത്തിന് പുറത്ത് ചെയ്തു പോയ കൊലപാതകങ്ങളായതുകൊണ്ട് തന്നെ അയാൾക്ക് മറ്റൊന്നും തിരയാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. തെളിവ് കിട്ടാതിരിക്കാൻ മുളകുപൊടിയും വിതറി. അങ്ങനെ അവിടെ നിന്നും വിദഗ്ധമായി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതിനിടെ തന്നെയാണ് അയാൾ ആ വിലപിടിപ്പുള്ള മറ്റൊരു വസ്തു കൂടി കാണുന്നത്. സ്മാർട്ട് ഫോൺ. തനിക്ക് കുഴിവെട്ടിയ അതേ സ്മാർട്ട് ഫോൺ. ഒട്ടും വൈകിയില്ല. അതുകൂടി പോക്കറ്റിലാക്കി അയാൾ ആ മഴയിൽ മറഞ്ഞു. തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വിശ്വൻ എല്ലാം കൃത്യമായി തന്നെ പോലീസിനെ പറഞ്ഞും കാണിച്ചും കൊടുത്തു. There happened a clean confession. സത്യത്തിൽ തൊണ്ടി മുതലായ മൊബൈൽ ഫോണിൽ വിശ്വന്റെ ഭാര്യ ഇന്റർനെറ്റ് ഉപയോഗിച്ചത് മാത്രമായിരുന്നില്ല വിശ്വനിലേക്ക് എത്താൻ പോലീസിന് സഹായകമായ വഴികൾ. ലോട്ടറി വിൽപ്പനയിൽ നിന്നും കാര്യമായ വരുമാനമൊന്നും ഇല്ലാത്ത ഇയാൾ ഈ കൊലപാതകം നടന്നതിന്റെ അടുത്ത ദിവസങ്ങളിലായി വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയുണ്ടായി. 50,000 രൂപ ഉപയോഗിച്ച് പണയ സ്വർണം എടുക്കുകയും കാർ ലോണിലേക്ക് 25,000 രൂപ അടയ്ക്കുകയും ചെയ്തു.
കൊലപാതകം നടത്താൻ ഉപയോഗിച്ച കമ്പി തുണിയിൽ പൊതിഞ്ഞ് സമീപ സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ചത് പോലീസ് പിന്നീട് കണ്ടെത്തുകയും കൊലപാതക സമയത്ത് വിശ്വൻ ഉപയോഗിച്ച വസ്ത്രവും മറ്റും പോലീസ് അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും അതയാൾ കഴുകി വെടുപ്പാക്കിയിരുന്നെങ്കിൽ പോലും അതിൽ നിന്നും ഉമ്മറിന്റെയും ഫാത്തിമയുടെയും ബ്ലഡ് സ്റ്റെയിൻ ഫോറൻസിക് സംഘത്തിന് ലഭിച്ചതുമെല്ലാം കാര്യങ്ങൾ എളുപ്പമാക്കി തീർത്തു. കൂടാതെ മോഷ്ടിച്ച സ്വർണം പേരാമ്പ്രയിലെ സേട്ടുവിന്റെ കടയിൽ വിറ്റുകൊണ്ടാണ് പല സാമ്പത്തിക ഇടപാടുകളും വിശ്വൻ നടത്തിയത് എന്നും തെളിഞ്ഞു. കുറ്റസമ്മതത്തിനും ഈ തെളിവുകൾക്കും പുറമെ വിശ്വനാഥന്റെ ഫുട് പ്രിന്റും ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഫുട് പ്രിന്റും ഒന്നാണെന്ന് കൂടി വ്യക്തമായതോടെ പോലീസ് ആ ഇരട്ട കൊലപാതകിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വൈകാതെ തന്നെ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അധികം വൈകാതെ വിചാരണ നടപടികളും ആരംഭിച്ചു. 2020 നവംബറിൽ വയനാട് ജില്ലാ സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ നടന്നു. കേരള പോലീസിന്റെ മികവുറ്റ അന്വേഷണത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് ബോധ്യമായി. ഒടുവിൽ വിധി വന്നു, വധശിക്ഷ. കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തുകഴിയുന്ന 39 കൊടും ക്രിമിനലുകളിൽ ഒരാളാണിപ്പോൾ തൊട്ടിൽപ്പാലം വിശ്വനാഥൻ. അങ്ങനെ വെള്ളമുണ്ട ഇരട്ടക്കൊലപാതക കേസിന്റെ ചുരുളഴിഞ്ഞു. തീവ്രവാദ സംഘടനകളിലേക്ക് വരെ വലിച്ചിഴക്കപ്പെട്ട ആളുമാറി കൊട്ടേഷൻ എന്ന തരത്തിൽ വരെ പ്രചാരണങ്ങൾ ഉണ്ടായ കേസിൽ കേരള പോലീസിന്റെ ആ സ്ട്രോങ് ഇൻസ്റ്റിങ്ക്റ്റ് അത് തന്നെ ഒടുവിൽ സത്യമായെന്ന് തെളിഞ്ഞു. സാധ്യത വളരെ കുറവായിരുന്നിട്ടും പോലീസ് തയ്യാറാക്കിയ ആ ലിസ്റ്റ് അത് ഫലം കണ്ടു. ഒരു തെളിവും ബാക്കി വെക്കാതെ കൃത്യം നടത്തിയിട്ടും കൃത്യമായ അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതിയെ പിടികൂടിയ പോലീസിന് ജനം കൈയടിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ മാനന്തവാടി DYSP KM ദേവസിക്കും സംഘത്തിനും സംസ്ഥാന സർക്കാർ നിരവധി പുരസ്കാരങ്ങളും നൽകി ആദരിച്ചു. അങ്ങനെ കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമായി വെള്ളമുണ്ട ഇരട്ട കൊലപാതക കേസ് മാറി. പണത്തോടുള്ള അത്യാർത്തി മൂലം എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്ത ആ ക്രിമിനൽ ഒറ്റ രാത്രിയിൽ ഇല്ലാതാക്കിയത് ഇനിയും ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത 2 ജീവനുകളെയാണ്. പുത്തനുടുപ്പുകളിട്ട് കല്യാണ പുതുമയുള്ള സെന്റും പൂശി തങ്ങൾക്കൊപ്പം തലേ ദിവസം വരെ ഉണ്ടായിരുന്ന പുതുമണവാളനെയും മണവാട്ടിയെയും വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലേറ്റി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നതിൻ്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും വയനാട്ടിലെ വെള്ളമുണ്ട എന്ന ആ കാർഷിക ഗ്രാമം ഇനിയും കരകയറിയിട്ടില്ല എന്നതാണ് വാസ്തവം.